വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അപ്പം നമുക്ക് നല്ലൊരു പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു 15 ചെറുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ചതച്ച മുളക്, കറിവേപ്പില, പിന്നെ ഒരു സവോള. കൂടാതെ ആദ്യം തന്നെ ഈ ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ ചതച്ചെടുക്കാം. നമ്മുടെ മിസംബ്ലെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറുള്ളിയും കറിവേപ്പില, വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഇത് ചതച്ച വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തത്. നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ഉരുളി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ചെറുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കുക. ഒരുപാട് കളർ മാറണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതി. നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2ആയിട്ട് കയറിയതാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. മുളക് മുളകിട്ടതിന് ശേഷം ഇടവിടാതെ ഇളക്കുക. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർക്കുകയാണ്. നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി നമുക്ക് കൂട്ടി മൂടി വെക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം.
മെഴുക്ക് പുരട്ടി റെഡിയായിരിക്കുകയാണ്.